പക്ഷേ അന്ന് ഞാൻ ചിലപ്പോൾ പിന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇടനേടാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഈ സമാധാനത്തോടെ പേഷ്യൻസോടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കിഷ്ടപ്പെട്ട ഒരു പോസ്റ്റിൽ നമുക്കിഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റും. ഒരു 3 years ആയിട്ട് ലക്ഷ്യ ഒരു കംപ്ലീറ്റ് കമ്പാനിയനായിട്ട് കംപ്ലീറ്റ് സപ്പോർട്ടായി എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു 3 വർഷം കൊണ്ട് ഒരു 4 ലിസ്റ്റിൽ ഇടനേടാൻ എനിക്ക് സാധിച്ചു. സെക്രട്ടറിയുടെ ഓഫീസ് അറ്റൻഡിലും, LD കളക്ടർ ട്രിവാൻഡ്രം, LST സെക്രട്ടറിയും, പിന്നെ ഇപ്പോൾ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റ്. സെക്രട്ടറി അസിസ്റ്റൻറ്റിന് 18ാം റാങ്ക് എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് എന്നെ എത്താൻ സഹായിച്ചതിൽ ലക്ഷ്യയ്ക്ക് വളരെയധികം ഒരു റോളുണ്ട്. സെക്രട്ടേറിയറ്റ് ലോയ ആയിട്ട് ജോയിൻ ചെയ്ത് പിന്നെ എനിക്കൊരു വേറൊരു ലൈഫായിരുന്നു. സെക്രട്ടേറിയറ്റ് സിസ്റ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ജോലി കയറിയപ്പോഴാണ്. അതായത് അവിടെ എങ്ങനെയാണ് ഫയൽ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത്, അതൊക്കെ മനസ്സിലായപ്പോൾ ഇവിടെ തന്നെ വരണം എന്നുള്ളൊരാഗ്രഹം കുറച്ചുകൂടി എനിക്കൊന്ന് സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്തത്. ഹായ്, എൻ്റെ പേര് തനിമ. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ വർഷം LDയുടെ സക്സസ് സ്റ്റോറി എടുക്കാൻ വന്നതിന് ശേഷം എന്നോട് ചോദിച്ചു ഞാനിപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെക്രട്ടറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അന്ന് ലക്ഷ്യക്കാർ എന്നോട് പറഞ്ഞിരുന്നു അടുത്ത വർഷം എക്സാം എഴുതി കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലെത്തട്ടെ, ഇതേപോലെ വീഡിയോ എടുക്കാൻ പിന്നെയും പറ്റട്ടെ എന്ന്. ഇന്ന് ആ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. സെക്രട്ടറി ടെസ്റ്റിന് എനിക്ക് 18ാം റാങ്ക് കിട്ടി. ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2023 ഞാൻ PSC പഠിച്ചു തുടങ്ങിയത്, ലക്ഷ്യയിൽ ജോയിൻ ചെയ്ത്. ഒരു 3 years ആയിട്ട് ലക്ഷ്യ ഒരു കംപ്ലീറ്റ് കമ്പാനിയനായിട്ട് കംപ്ലീറ്റ് സപ്പോർട്ടായി എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു 3 വർഷം കൊണ്ട് ഒരു 4 ലിസ്റ്റിൽ ഇടനേടാൻ എനിക്ക് സാധിച്ചു. സെക്രട്ടറിയുടെ ഓഫീസ് അറ്റൻഡിലും, LD കളക്ടർ ട്രിവാൻഡ്രം, LST സെക്രട്ടറിയും, പിന്നെ ഇപ്പോൾ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റും. സെക്രട്ടറി അസിസ്റ്റൻറ്റിന് 18ാം റാങ്ക് എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് എന്നെ എത്താൻ സഹായിച്ചതിൽ ലക്ഷ്യയ്ക്ക് വളരെയധികം ഒരു റോളുണ്ട്. 2024 ജൂലൈ മാസത്തിലായിരുന്നു ഞങ്ങളുടെ LD എക്സാം. അപ്പോൾ അത്യാവശ്യം നന്നായി ഞാൻ പ്രിപ്പയർ ചെയ്തു. നന്നായി എനിക്ക് എക്സാം എഴുതാനും പറ്റി. നല്ലൊരു ജോലി കിട്ടേണ്ട ഒരു റാങ്കിൽ എനിക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ലക്ഷ്യയിൽ പ്രിലിംസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു സെക്രട്ടറി ടെസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ എൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ LD എന്തായാലും കിട്ടിയല്ലോ, അപ്പോൾ എന്തായാലും ഇതും കിട്ടും, ഈ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ പോയാൽ മതി, കിട്ടും എന്നൊരു കോൺഫിഡൻസ് ആയിരുന്നു, ഒരു തരി ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സെക്രട്ടറി ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവർ എക്സാം പാറ്റേൺ മാറ്റി. പ്രിലിംസ് മെയിൻസ് എന്നുള്ളത് മാറ്റി പ്രിലിംസ് മെയിൻസ് 2 പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പേപ്പർ 1ഉം പേപ്പർ 2. ആ പേപ്പർ 2 ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ ടോപ്പിക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, കേരള എക്കോണമി, കേരള മുള്ള ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ടഫെന്ന് ഫീൽ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇൻ്റർവ്യൂവും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു സിലബസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ പാനിക്കായി. എന്തായാലും ഇതിന് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. പിന്നീട് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുൾ ഫ്ലെഡ്ജ് പ്രിപ്പറേഷനിലോട്ട് ഞാൻ വരാൻ കാരണമായ എക്സാം എന്ന് പറയുന്നത് 2024 LST സെക്രട്ടറി എക്സാം ആയിരുന്നു. ആ എക്സാമിന് ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയി എഴുതിയത്. പക്ഷേ എനിക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാരണം ഹോൾ ചെയ്യുന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ LD ലെവൽ പ്രിപ്പറേഷൻ കൊണ്ട് എനിക്കൊരിക്കലും സെക്രട്ടറി ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി പ്രിപ്പറേഷൻ ഒന്ന് ലെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിച്ചു. അങ്ങനെ നവംബറിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് സെക്രട്ടറി ടെസ്റ്റിൻ്റെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പ്രിപ്പറേഷൻ്റെ പഠന രീതി LDക്ക് ഉണ്ടായിരുന്ന അതേ രീതി തന്നെയാണ്, കമ്പൈൻ സ്റ്റഡിയും സെൽഫ് സ്റ്റഡിക്കും. പക്ഷേ കമ്പൈൻ സ്റ്റഡിക്ക് സമയം വളരെ കുറവായിരുന്നു. കാരണം ലക്ഷ്യയിൽ ഒരു ഓൾമോസ്റ്റ് 5 to 6 days ഞങ്ങൾക്ക് ക്ലാസ് കാണുമായിരുന്നു. കാരണം നമ്മളിലേക്ക് മാക്സിമം കണ്ടൻറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ലക്ഷ്യം ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്ക ദിവസം അവിടെ പോവേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് സ്വയം നമ്മൾ കൂട്ടത്തിരുന്ന് കമ്പൈൻ സ്റ്റഡിക്കുള്ള സാധ്യത കുറച്ച് കുറവായിരുന്നു. എന്നാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ഒക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങളൊരു 4-5 പേര് കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും സെൽഫ് സ്റ്റഡിയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടും അല്ലെങ്കിൽ രാവിലെ തന്നെ ലക്ഷ്യയിൽ പോയിട്ടുമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പഠിക്കാനുള്ള റിസോഴ്സസ് കുറച്ചൊന്ന് വാസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഠിക്കുന്നതിന് 3 ആയിട്ട് തിരിക്കാം: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. പ്രിലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടുതൽ ഫോക്കസ് ചെയ്ത് PYQs വർക്കൗട്ട് ചെയ്തായിരുന്നു പ്രിലിംസ് പഠിച്ചത്. പക്ഷേ മെയിൻസിലോട്ട് പോയപ്പോഴാണ് കുറച്ചുകൂടി വാസ്റ്റ് റീഡിങ്ങിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രത്യേകിച്ച് സെക്കൻഡ് പേപ്പർ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്ക് എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലായിരുന്നു പഠിക്കാൻ. പക്ഷേ എനിക്ക്
അതിലൊരു താല്പര്യം ഉണ്ടാക്കി എടുത്തത് ലക്ഷ്യയുടെ കഴിവാണ്. കംപ്ലീറ്റ് നോട്ട്സും ഞാൻ ലക്ഷ്യയുടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും. ഓൾമോസ്റ്റ് 1000+ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തു മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനിലും. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പിന്നെ എക്സാമിന് വന്നിട്ടുള്ളൂ. എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ലക്ഷ്യയുടെ നോട്ട്സിനോടൊപ്പം തന്നെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ബുക്ക്സ് റെഫർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷന് എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ഞാൻ റെഫർ ചെയ്തിരുന്നു. അതേപോലെ കേരള എക്കോണമി, കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ക്രിസ്പായിട്ടുള്ള ക്ലിയർ നോട്ട്സാണ് ലക്ഷ്യം അഭിജിത്ത് സാർ പ്രൊവൈഡ് ചെയ്തത്. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി. അതിനോടൊപ്പം തന്നെ ഒരു ഡീപ്പ് റീഡിങ്ങിനായിട്ട് ഞാൻ വിഷയം ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ആ ടോപ്പിക് അടിച്ച് വെക്കുമ്പോൾ കുറച്ച് വീഡിയോസ് വരും, കുറച്ച് പോഡ്കാസ്റ്റൊക്കെ വരും, എക്കണോമിസ്റ്റുകളൊക്കെ നടത്തുന്നത്. അതൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു, ആ വിഷയങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി റെഫർ ചെയ്തു വരുന്നു. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനൊക്കെ നന്നായിട്ടൊരു സ്റ്റോറി പോലെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ആ ബുക്ക് വളരെ ഹെൽപ്ഫുള്ളായി. പിന്നെ എൻവയോൺമെൻറ്റും ഇ ഗവേണൻസ് പോലെ ടോപ്പിക്, ഇ ഗവേണൻസ് ഒക്കെ IT പുതിയൊരു മോഡലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വതവേ IT കുറച്ച് താല്പര്യം കുറവായിരുന്നു. പക്ഷേ ലക്ഷ്യയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്തത്. അതെനിക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ കറണ്ട് അഫേഴ്സിന് ആണ് ചെറിയൊരു പാറ്റേൺ വ്യത്യാസം ഞാൻ കൊണ്ടുവന്നത്. LD ലെവലിലാണെങ്കിൽ മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിച്ച് നോട്ട് എഴുതിയെടുത്ത് ഞാൻ തന്നെ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡിഗ്രി ലെവലിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ വന്നപ്പോൾ മാതൃഭൂമിയോടൊപ്പം ഹിന്ദു ന്യൂസ് പേപ്പർ കൂടി വായിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഹിന്ദു കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല, പകരം ഈ UPSC ആസ്പിറൻസ് ഒക്കെ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പൊളിറ്റിക്സ് ഒക്കെ ഒന്ന് മാറ്റി ബാക്കി ആവശ്യമുള്ള ഏതാണോ അത് മാത്രം ഒന്ന് വായിച്ച് നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. മാതൃഭൂമി ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പാർട്ടും കൂടെ വായിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പിന്നെ മാതൃഭൂമിയുടെ തന്നെ GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അത് ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കുമായിരുന്നു. അതൊന്നുകൂടി എല്ലാ മാസവും കൃത്യമായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടി. പിന്നെ ഇതെല്ലാം ഞാൻ ഈ വായിക്കുന്ന എല്ലാം ഡയറക്റ്റ്ലി എക്സാമിന് വന്നോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇതൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നത് വഴി എനിക്ക് കിട്ടി. പിന്നെ കൂടുതലും ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു, ഒരു വീക്ക്ലി ടൈം ടേബിൾ. അതനുസരിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് റിവിഷൻ എനിക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കണ്ടൻറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട്. പിന്നെ ലക്ഷ്യയിൽ ഇപ്പോൾ രാവിലെ പോവും, ലക്ഷ്യം തുറക്കുമ്പോൾ പോവും, ലക്ഷ്യം അടയ്ക്കാറാവുമ്പോഴാണ് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നത്. കാരണം വീടിൻ്റെ കംഫർട്ട് സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഞാൻ ഒട്ടും പഠിക്കാറില്ല. ലക്ഷ്യമാണ് എനിക്ക് പറ്റിയ സ്ഥലം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പൈന് ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് പഠിക്കും. അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴാണ് ഞാൻ തനിയെ ഇരുന്നും കുറച്ച് അവിടെ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു സെപ്റ്റംബർ 28-നായിരുന്നു സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാം. അപ്പോൾ എക്സാം ഹാളിൽ പേപ്പർ ഫസ്റ്റും പേപ്പർ സെക്കൻഡും അത്യാവശ്യം എളുപ്പമായിരുന്നു. പേപ്പർ ഫസ്റ്റിന് എനിക്ക് പറ്റിയ പ്രശ്നം, ഞാൻ പേപ്പർ സെക്കൻഡ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പേപ്പർ ഫസ്റ്റിൽ കുറേ ഞാൻ റിവിഷൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, അതായത് ഇത് മുൻപ് ചോദിച്ച ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. കുറേ ഇപ്പോൾ മിക്ക കുട്ടികൾ ഇത് അറ്റൻഡ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റാങ്ക് പിന്നോട്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഒട്ടും ഓർമ്മയില്ലാത്തത് മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്തുള്ളൂ. അതേപോലെ പേപ്പർ 2 കുറേ ലോജിക്കലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പേപ്പർ 2 ഞാൻ പെർഫോം ചെയ്തത്. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് മാത്രമാണോ ഇനി ബാക്കി എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ സുധി സാറ് വിളിച്ചു. സാറ് പറഞ്ഞു, മാർക്കൊക്കെ ചോദിച്ചു. സാറ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു, കിട്ടും, ഇനി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ള ഫുൾ കോൺഫിഡൻസ് തന്നു. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെക്രട്ടേറിയറ്റിൽ OA ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൽ OA ആയിട്ട് ജോയിൻ ചെയ്തേ പിന്നെ എനിക്കൊരു വേറൊരു ലൈഫായിരുന്നു. സെക്രട്ടേറിയറ്റ് സിസ്റ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ജോലി കയറിയപ്പോഴാണ്. അതായത് അവിടെ എങ്ങനെയാണ് ഫയൽ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലായപ്പോൾ ഇവിടെ തന്നെ വരണം എന്നുള്ളൊരാഗ്രഹം കുറച്ചുകൂടി എനിക്കൊന്ന് സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്തത്. അപ്പോൾ OA ആയിട്ടൊരു ഓൾമോസ്റ്റ് 6 months ആയി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഫെബ്രുവരി ലാസ്റ്റാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ടെൻഷൻ ഒരു 6 months ഗ്യാപ്പ് വന്നു PSC ആയിട്ട്. ഇനി ഞാനത് എങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൊളീഗ്സും എൻ്റെ സാറന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സാറ് എനിക്ക് സർവീസ് കാര്യങ്ങളെ പറ്റി അറിവുള്ളൂ. അപ്പോൾ സാർ എനിക്ക് എപ്പോഴും പറഞ്ഞുതരും എന്താണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇൻ്റർവ്യൂവിന് ഞാൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തില്ല, കാരണം ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഡയമെൻഷനിലാണ് ഇൻ്റർവ്യൂ പോയത്. എന്നാലും ഞാൻ അധികം ബ്ലാബർ ചെയ്യാതെ കുറച്ചൊന്ന് കോൺഫിഡൻസ് ആയിട്ട് നിന്ന് തന്നെയാണ് ഞാൻ പെരുമാറിയത്. എനിക്ക് പക്ഷേ 21 മാർക്കാണ് ഇൻ്റർവ്യൂവിന് കിട്ടിയത്. കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തു. പിന്നെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പവർ എന്താണ്, അവരെന്തൊക്കെ ജോലിയിലാണ്
ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്, നമുക്കതൊരു ക്രേസാണ്. ഇത് കിട്ടിയിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായേനെ എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു. 18th റാങ്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഒരു 100-നകത്തൊക്കെ കിട്ടുമായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 100-നകത്തൊക്കെ എനിക്ക് കിട്ടുമായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 18ാം റാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പി. കാരണം ഞാൻ അത്രയ്ക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ജോലി ഈ ഒരു റാങ്കിൽ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായി ഈ ഒരു പ്രോസസ്സിൽ, PSC പഠനം എന്നൊരു പ്രോസസ്സിൽ. ഡിഗ്രി കഴിഞ്ഞു PGക്ക് പോവാതെ നേരെ ഞാൻ PSCയിലോട്ടാണ് ജോയിൻ ചെയ്തത്. ഒരു ഐഡിയ ഇല്ല എന്താണ്, എങ്ങനെയാണ് ഇത് 1 വർഷം കൊണ്ട് കിട്ടുമോ 2 വർഷം കൊണ്ട് കിട്ടുമോ, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 2.5 വർഷത്തോളം ഞാൻ പഠിച്ചു. ഈ 2 വർഷത്തോളം എനിക്ക് കുറച്ച് ലിസ്റ്റുകൾ ഇടം നേടാനായിട്ട് സാധിച്ചു. ഈ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു 2 pillars, PSC പഠനത്തിൻ്റെ 2 pillars എന്ന് പറയുന്നത്, ഒന്ന് പേഷ്യൻസും, സെക്കൻഡ് വൺ ഇസ് കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്ക് ഇന്ന് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു തുടങ്ങി നാളെ നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ ആദ്യം എഴുതിയ പരീക്ഷ യൂണിവേഴ്സിറ്റി LGS ആയിരുന്നു. അതിലെനിക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാനേ പറ്റിയില്ല. പക്ഷേ അന്ന് ഞാൻ ചിലപ്പോൾ പിന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഇടം നേടാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻസോടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കിഷ്ടപ്പെട്ട ഒരു പോസ്റ്റിൽ, നമുക്കിഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ വിജയത്തിൽ എപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും അത് എൻ്റെ മാത്രം വിജയമല്ല, ഒരു കൂട്ടായ എഫേർട്ടാണ്. എൻ്റെ ഫാമിലി അതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, എനിക്കൊരു പഠിക്കാൻ വേണ്ടി ഒരു എൻവയോൺമെൻറ്റ് അവർ ഉണ്ടാക്കി തന്നു. അതേപോലെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ലക്ഷ്യയിലെ സാറന്മാർ, അവർ നമുക്ക് പഠനം മാത്രമല്ല, നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഡൗൺ ആയി പോകുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ ഈ സിലബസ് വന്നപ്പോൾ നമ്മൾ പാനിക്കായപ്പോൾ സാറന്മാർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ആദ്യമായിട്ടായി സിലബസ് ഇട്ടത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെത്തി ഇതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിൽ നമുക്ക് ഈ സെക്രട്ടറി ഡ്രസ്സിൻ്റെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ സാറന്മാർ തന്നു. അതാണ് എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥിയോടും എനിക്ക് പറയാനുള്ളത്, കീപ് ഗോയിങ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്കുള്ള ജോലി നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.